റോയ്ച്ചായ ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ പോപ്പാണെങ്കിൽ ഒരു മനുഷ്യത്വപരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒരു പോപ്പായിരുന്നു. ഇനി പുതിയ വരുന്ന ആളും ആ രീതിയിൽ തന്നെയുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്ന ആളാവാൻ സാധ്യതയുണ്ടോ? ഈ പുതിയ വരാൻ പോകുന്ന പോപ്പ് എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഇംഗ്ലണ്ടിൽ പ്രസിദ്ധീകരിക്കുന്ന ഗാർഡിയൻ പത്രത്തിൽ ഒരു വിശദമായ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സഭ ഈ പോപ്പിൻ്റെ പാരമ്പര്യങ്ങൾ തുടർന്നു കൊണ്ടുപോയില്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ തന്നെ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്നാണ് ആ ലേഖനം എഴുതിയ ആൾ പറയുന്നത്. അതിനകത്ത് ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഓൺ ദ ഇഷ്യൂസ് ഓഫ് റിലേറ്റിംഗ് സെക്ഷുവാലിറ്റി, ജെൻഡർ ഐഡിയോളജി, അബോർഷൻ ആൻഡ് ദ ഫാമിലി, മെനി ആഫ്രിക്കൻ ഏഷ്യൻ പ്രൊലൈറ്റ്സ് ഹാവ് മോർ കോമൺ വിത്ത് ദി ലിബറൽ ക്രിസ്ത്യാനിറ്റി. അതായത് ഇത് പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ കർദിനാളന്മാരെക്കാട്ടിലും കുറച്ചുകൂടെ വിശാലമായ കാഴ്ചപ്പാട് ഏഷ്യയിലും ആഫ്രിക്കയിലുമുള്ള കർദിനാളന്മാർക്കുണ്ട്. പക്ഷേ അവരെല്ലാം ഈ കടന്നുപോയ പോപ്പിൻ്റെ നിലപാടുകളോട് യോജിച്ച് നിൽക്കുന്നവരാണ്. അദ്ദേഹം പറഞ്ഞിട്ട് പോയ പല കാര്യങ്ങളും ഇന്നും നടപ്പാക്കാതിരിക്കുന്ന രാജ്യങ്ങളിലെ കത്തോലിക്ക സഭയുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. അദ്ദേഹം പറഞ്ഞ ഈ സുവർഗാന്യ രാഗികളോടുള്ള സമീപനം, അതേപോലെ തന്നെ വൈദികരുടെ ഈ ലൈംഗിക പീഡന പരാതികളുള്ള സ്ത്രീകളുടെ കാൽ കഴുകൽ, ഇങ്ങനെയുള്ള പ്രസക്തമായ കാര്യങ്ങളിൽ തന്നെ പലതും നടപ്പാക്കാതിരിക്കുകയാണ്. നടപ്പാക്കാനോ അതിനോട് ഐക്യപ്പെടാനോ പോലും ഉള്ള സമീപനമില്ലാതിരിക്കുന്ന സഭാ വിഭാഗങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. പക്ഷേ ഞാനതാണ് പറഞ്ഞത്, അതാണ് ഈ ഗാർഡിയൻ്റെ ലേഖനത്തിൽ പറയുന്നത്. അദ്ദേഹം തുറന്നു വിട്ടിരിക്കുന്ന ഈ വെളിച്ചവും കാറ്റും കയറുന്ന ഒരു നയസമീപനങ്ങളുള്ള മാറ്റം, അത് ഇനി വരുന്ന പോപ്പ് ഉൾപ്പെടെ ഉള്ളവർ അത് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ കത്തോലിക്ക സഭ അപ്രസക്തമായി പോകുന്ന ഒരു മുന്നറിയിപ്പ് കൂടുകയാണ് ഈ ഗാർഡിയൻ്റെ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സഭയ്ക്ക് ഇനിയും ഇദ്ദേഹം തുറന്നുവിട്ട ഇദ്ദേഹം വെട്ടിത്തെളിച്ച ഈ പാതയിലൂടെ പോകാതിരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് സഭ പോയിട്ടുണ്ട്. അപ്പം അതാണ് ജനങ്ങൾ പുതിയ വരുന്ന പാപ്പായിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് നടപ്പാക്കാതിരിക്കാൻ പുതിയ പാപ്പായ്ക്കും കഴിയത്തില്ല. എത്ര പാരമ്പര്യവാദിയാണെങ്കിൽ പോലും ഈ മഹാനായ മനുഷ്യൻ തുറന്നു വെച്ച അല്ലെങ്കിൽ വെട്ടിത്തെളിച്ച പാതയിലൂടെ പോയേ പറ്റുകയുള്ളൂ എന്നൊരു സ്ഥിതിയിലാണ് സഭ എത്തി നിൽക്കുന്നത്. അതല്ലാതെ വീണ്ടും പിന്നോക്കം പോവുകയാണെങ്കിൽ അസ്വസ്ഥതകൾ നിറയുകയും, ഇപ്പോൾ തന്നെ നമുക്കറിയാം സ്ഥിരമായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നും ക്രിസ്തുമതം ഉപേക്ഷിച്ച് പോകുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അതിൽ ഏറ്റവും കൂടുതൽ കത്തോലിക്ക സഭയിൽ നിന്നുള്ളവരാണ് ഈ സഭാവിശ്വാസം വിട്ടുപോവുകയും മതമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തത്. പടിഞ്ഞാറൻ രാജ്യങ്ങളിലെല്ലാം പള്ളികളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് കാരണം ഇതാണ്, ഇപ്പോഴും ഈ പാരമ്പര്യങ്ങൾ പിടിച്ചു നിൽക്കുകയും അനാവശ്യമായ രഹസ്യാത്മകത സൂക്ഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് സഭ ഇത്തരം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നത്. ഈ 21-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ധൈര്യശാലിയായ ഒരു മനുഷ്യൻ, അതുപോലെ തന്നെ വലിയൊരു വിമോചന ദൈവശാസ്ത്ര പുതിയ തരത്തിൽ ആവിഷ്കരിച്ച ഒരാൾ, അതേപോലെ തന്നെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങളെയും വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള മനസ്സുണ്ടായിരുന്നു. പിന്നെ ഈ സഭ പോയിക്കൊണ്ടിരുന്ന ട്രാക്കിനകത്തുനിന്ന് മാറി ചിന്തിക്കാനും അതിനോടൊക്കെ ഒരു മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിക്കാനും ഒക്കെയുള്ള സമീപനം കാണിച്ച ഒരാളാണ്. പ്രത്യേകിച്ച് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം ചാർജ് എടുത്ത് അധികാരം ഏറ്റെടുത്ത് ഏതാനും നാളുകൾക്കുള്ളിൽ അദ്ദേഹം ഈ കുട്ടികളോട് വൈദികർ കാണിച്ചിട്ടുള്ള ലൈംഗിക പീഡനങ്ങൾക്കെതിരെ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പലയിടത്തും പോയി പല രാജ്യങ്ങളിൽ പോയി മാപ്പ് പറയുകയൊക്കെ ചെയ്ത്. ഒരുപക്ഷെങ്കിൽ സർവാധികാരിയായിരിക്കുന്ന ഒരു രാഷ്ട്രത്തലവൻ എന്നുള്ള നിലയിൽ അതൊന്നും ഒരുപക്ഷെ ജനങ്ങൾ പ്രതീക്ഷിച്ച് കാണുന്നില്ല. അതിൽ നിന്നൊക്കെ അപ്പുറത്തായിട്ടുള്ള വലിയൊരു മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു സമീപനമായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. അപ്പോൾ ഇനി വരുന്ന ആളുകളടുത്തും ചുമതലയേൽക്കാൻ പോകുന്ന 267-ാമത്തെ മാർപ്പാപ്പയ്ക്ക് ചിന്തിക്കേണ്ടതായും, അദ്ദേഹം ഈ ലെഗസി അല്ലെങ്കിൽ ഈ പാരമ്പര്യത്തെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്നു വെച്ച നിലപാടുകളോട് അരികു പറ്റി പോകുന്ന ഒരാൾക്ക് മാത്രമേ ഇനിയും നിലനിൽപ്പുണ്ടാവുള്ളൂ. കാരണം അല്ലെങ്കിൽ ജനങ്ങൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ തുല്യത അല്ലെങ്കിൽ അതിനോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ പരിസരത്ത് പോലും എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എതിർപ്പുകൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ പാരമ്പര്യത്തെ പുതിയതായി വെട്ടിത്തുറന്ന ഈ പാരമ്പര്യത്തെ തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളെയാണ് സഭ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ അത്തരത്തിലുള്ള ആ നിലപാടുള്ള ഒരാളെ ആയിരിക്കാം കർദിനാളന്മാരുടെ സംഘം ചേർന്ന് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ സഭ വീണ്ടും പഴയ പാരമ്പര്യത്തിലേക്ക് പോകും. ഇതുവരെ തുറന്നു വെച്ച അല്ലെങ്കിൽ ഈ മഹാനായ മനുഷ്യൻ 12 വർഷം കൊണ്ട് ഈ ലോകത്തിന് സംഭാവന ചെയ്ത
കാര്യങ്ങളെല്ലാം തന്നെ നിഷ്പ്രഭമായി പോകും. ഈ ഒരു പരിവർത്തനമുണ്ട് എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ സമീപനത്തിൽ മാറ്റമുണ്ടെങ്കിലും പരമ്പരാഗതമായി പിടിച്ചു വച്ചിരിക്കുന്ന ചില വിചാരങ്ങളുണ്ട്. അതായത് ഒന്ന് ഈ സ്വർഗാനുരാഗികളോടുള്ള സമീപനം, അതുപോലെ തന്നെ ഈ വൈദികർ ഉൾപ്പെടുന്ന ചില ലൈംഗിക ആരോപണങ്ങളിലെ സമീപനം, ഇതിലെല്ലാം കത്തോലിക്ക സഭയിൽ മാറ്റം വരേണ്ട ഒരു സമയം കഴിഞ്ഞില്ലേ? തീർച്ചയായിട്ടും അതിന് ഒരു തുടക്കമാണ് അദ്ദേഹം കുറിച്ചു വെച്ചത്. അതിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ മാറ്റമൊന്നും ഉണ്ടായി. സഭ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ വർദ്ധിച്ചു വരുന്ന ഈ വൈദികരുടെ ലൈംഗിക പീഡനം, കുഞ്ഞുങ്ങളോടുള്ള അവരുടെ സമീപനം, ഒട്ടുമിക്ക നിലപാടുകളിലൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ പോപ്പ് പക്ഷേ ഒരാളൊരു പരിവർത്തനത്തിന് തറക്കല്ലിട്ടു എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. കാരണം ഇത്ര റിജിഡായിട്ടുള്ള ചില നിലപാടുകൾ, വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന നിലപാടുകൾ, വിശ്വാസ പ്രമാണങ്ങൾക്കൊക്കെ എതിരെയുള്ള ഒരു ചോദ്യം ഉയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ ചോദ്യത്തിന് ഇനി ഉത്തരം കണ്ടുപിടിച്ച് ആ ചോദ്യം വീണ്ടും ആവർത്തിച്ചു കൊണ്ടുപോകുന്ന ഒരാൾക്ക് മാത്രമേ ഇനി ലോകത്തിൻ്റെ മുന്നിൽ കത്തോലിക്ക സഭയ്ക്ക് ഒരു അംഗീകാരം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഇന്നലെ തന്നെ ഈ പോപ്പ് അവസാനം അദ്ദേഹം ഏറ്റവും ഒടുവിൽ കൂടിക്കാഴ്ച നടത്തിയ ലോക നേതാവെന്ന് പറയുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റായ JD വാൻസുമായിട്ടായിരുന്നു. ആ JD വാൻസിനെ കണ്ട് രോഗാവസ്ഥയിൽ ഇരിക്കുമ്പോൾ പോലും അദ്ദേഹം ഈ വൈസ് പ്രസിഡന്റിനോട് പറഞ്ഞ ഒരു പ്രസക്തമായൊരു കാര്യമുണ്ട്. നിങ്ങളുടെ രാജ്യം അഭയാർത്ഥികളോടും അവിടെ വന്ന് താമസിക്കുന്ന കുടിയേറ്റക്കാരോടും നിങ്ങളുടെ രാജ്യം സ്വീകരിക്കുന്ന നിലപാട്, ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല, കുറച്ചുകൂടി മനുഷ്യത്വപരമായി പെരുമാറണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ട് പോയത്. ഈ കഴിഞ്ഞ തവണ ഫ്രാൻസിസ് മാർപ്പാപ്പയായപ്പോൾ അതൊരു വലിയ ചരിത്രമായിരുന്നു. കാരണം കത്തോലിക്ക സഭയിൽ ആദ്യമായിട്ടാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നൊരു പോപ്പ് വരുന്നത്. എന്നാൽ ഇത്തവണ ഇനി പുതിയ പോപ്പ് വരുമ്പോൾ അതെന്തെങ്കിലും ചരിത്രപരമായ ഒരു തീരുമാനം വരുമോ? പ്രത്യേകിച്ചും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഒരു പ്രതിനിധിയൊക്കെ വരാൻ സാധ്യതയുണ്ടോ? അല്ല, അറിയില്ല. അത്ഭുതങ്ങൾ സംഭവിക്കാനാണ് സാധ്യത. എപ്പോഴും അങ്ങനെയാണ് ഈ പോപ്പിനെ തിരഞ്ഞെടുക്കുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ ഒരാൾ ഇന്നയാളാകും എന്ന് കരുതുന്ന ഒരാൾക്ക് ഒരുപക്ഷേ അവസരങ്ങളൊന്നും കിട്ടിയെന്ന് വരത്തില്ല. പണ്ട കാലങ്ങളിലാണ് ഇറ്റലിയിൽ നിന്നുള്ള കർദിനാൾമാർക്കായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ആ അവസ്ഥയൊക്കെ മാറി. പല രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് ഈ പോപ്പ് വന്നതിന് ശേഷം ഏതാണ്ട് 108 പുതിയ കർദിനാൾമാരെയാണ് അദ്ദേഹത്തിൻ്റെ ഈ 12 വർഷത്തെ കാലാവധിക്കുള്ളിൽ അദ്ദേഹം നിയമിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നുണ്ട്. ഏഷ്യയിൽ തന്നെ ഉണ്ട്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഏറ്റവും ഇവിടെ തന്നെ ഒരു ചെറുപ്പക്കാരനായ ഒരു വൈദികനെയാണ് അത് ഒരുപക്ഷെങ്കിൽ ഏഷ്യയിലെ അതന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു വൈദികനായ ഒരാളെ കർദിനാളായിട്ട് ഉയർത്തുകയൊക്കെ ചെയ്യുന്നത്. ജോർജ് കുവോക്കാട് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, 50-51 വയസ്സ് മാത്രമുള്ള ഒരാളെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി. അദ്ദേഹം അതൊക്കെ മാതൃക കാണിക്കുകയും വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്ത ഒരു മത നേതാവ് കൂടിയായിരുന്നു. അപ്പം ഏഷ്യയിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നോ ഒരാൾ വരത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ആ കോൺക്ലേവിനകത്ത് 135 പേരടങ്ങുന്ന കർദിനാൾമാരുടെ സംഘത്തിൽ നിന്നാണ് ആളിനെ തിരഞ്ഞെടുക്കുന്നത്. അതിനകത്തുനിന്ന് ആർക്ക് വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരാൾക്ക് വരാം. സഭ അങ്ങനെ മാറി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഏഷ്യയിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നോ ആര് വേണമെങ്കിലും വരുന്ന ഇപ്പം ശ്രീത്ത് തുടക്കത്തിൽ പറഞ്ഞ പോലെ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ആദ്യമായിട്ട് ഒരാൾ വന്നെന്ന് പറഞ്ഞ പോലെ ഇവിടുന്നും വരാനുള്ള സാധ്യതകളുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടുന്ന് തന്നെ നമ്മുടെ ഇടയിൽ തന്നെ 2 മലയാളികളായ കർദിനാൾമാരുണ്ട്. ഇന്ത്യയിൽ നിന്ന് തന്നെ മറ്റ് 2 പേരൂടെ ഉണ്ട്. അങ്ങനെ 4 പേരടങ്ങുന്ന ഇതുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ധാരാളം പേരുണ്ട്. ഇപ്പോൾ റഷ്യയിൽ നിന്നാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാൾ 44 വയസ്സുകാരനായ ഒരു കർദിനാളുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ വിശാലമായ അർത്ഥത്തിൽ സഭ ചിന്തിക്കുകയാണെങ്കിൽ പുതിയൊരാൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഇതൊന്നും ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം അതാ 150-135 പേരൊക്കെ അടങ്ങുന്ന ആ സംഘമാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്. പണ്ടക്കാലത്തൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെങ്കിൽ ഈ ഇറ്റലിയിൽ നിന്നുള്ള കർദിനാൾമാരുടെ സംഘമാണ് ആരാവണം ആരാവണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന് പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് അവരുടെ കൈപ്പിടിയിൽ നിൽക്കുന്ന ഒരാളെയാണ് അവരെപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അത്തരം നിലപാടുകൾക്ക് മാറ്റം വരുത്തിയ പലരും ഉണ്ടായിരുന്നു. ഈ ജോൺ പോൾ ഒന്നാമൻ എന്ന് പറയുന്ന 80കളുടെ തുടക്കത്തിൽ വന്ന ഇറ്റലിക്കാരനായ ഒരു മാർപ്പാപ്പയുണ്ടായിരുന്നു. അദ്ദേഹം ചാർജ് എടുത്ത് 30ാമത്തെ ദിവസം വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചുപോയ ഒരാളാണ്. 29-30 ദിവസം ആയപ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചുപോയി. കാരണം അദ്ദേഹത്തിനെ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു പദവിയിലേക്കാണ് പെട്ടെന്ന് അയാൾ പാപ്പായായിട്ട് ഉയർത്തപ്പെട്ടത്. പക്ഷേ മാധ്യമങ്ങളിലൊക്കെ പിന്നീട് വന്ന വാർത്ത എന്ന് പറയുന്നത് ഈ ഇറ്റലിയിൽ നിന്നുള്ള കർദിനാൾ സംഘത്തിൻ്റെ കൈപ്പിടിയിൽ നിൽക്കത്തില്ല എന്ന് അവർക്ക് ബോധ്യം വന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇയാൾ വളരെ പാവം പിടിച്ച് ചിരിക്കുന്ന മാർപ്പാപ്പ എന്നായിരുന്നു അന്ന് ജോൺ പോൾ ഒന്നാമൻ അറിയപ്പെട്ടിരുന്നത്. അതായത് 2 പേരുകൾ ചേർത്ത്, ജോണും പോളും എന്നുള്ള 2 പേരുകൾ ചേർത്ത് ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പയ്ക്ക് അങ്ങനെ പേര് തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിപ്ലവം സൃഷ്ടിച്ച് വന്ന ഒരാളെയാണ് വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകൾ പറയുന്നുണ്ട്.
ഇവരുടെ ഈ സംഘത്തിൻ്റെ കൈപ്പിടിയിൽ നിൽക്കാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കൊന്നതാണെന്നും പിന്നെ അതല്ല സ്വാഭാവിക മരണം സംഭവിച്ചാണെന്നൊക്കെയുള്ള ഇതുണ്ട്. അതിനകത്തൊന്നും ഇതൊരു വ്യക്തത വന്നിട്ടില്ല. അതേക്കുറിച്ച് ആ പോപ്പിൻ്റെ മരണത്തെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇൻ ഗോഡ്സ് നെയിം എന്ന് പറയുന്ന ഒരു ഡേവിഡ് യാലപ്പ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് എഴുതിയ പുസ്തകമാണ്. ലോകം മുഴുവൻ ബൈബിള് വിറ്റതിനേക്കാട്ടി കൂടുതൽ പുസ്തകം വിറ്റുപോയത് ഈ പുസ്തകമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കഥകൾ ഈ പിന്നെ ഈ പോപ്പിൻ്റെ നിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പുതിയ പോപ്പ് എന്തായിരിക്കും, ആരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും രഹസ്യമായി നിൽക്കുകയാണ്. അങ്ങനെ പഴയ പുതിയ പേരുകളൊക്കെ പലരുടെയും പേര് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ആവുമോ എന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത്ഭുതങ്ങളായിരിക്കും സംഭവിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തിന് നൽകിയിട്ട് പോയ നിലപാടുകളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും. അത് തീർച്ചയായ കാര്യമാണ്. കാരണം അത്രമേൽ സഭ ഓപ്പൺ ആവുകയും മനുഷ്യത്വപരമായ നിലപാടുകളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇനി അതിനകത്തുനിന്ന് മാറിപ്പോകാൻ സഭയ്ക്ക് കഴിയത്തില്ല.